ഹലോ. പൂക്കളും പൂന്തോട്ടങ്ങളും ഇഷ്ടപ്പെടാത്തതായി നമ്മളിൽ വളരെ കുറച്ചുപേരെ കാണത്തുള്ളൂ അല്ലേ? ഞാൻ ജയരാജ് പിള്ളെ, മാനേജിംഗ് പാർട്ട്ണർ, ഗാർഡേനിയ ലാൻഡ്സ്കേപ്പ്, കൊച്ചി. മിക്കവരും, പ്രത്യേകിച്ച് സ്ത്രീകളെ ഞാൻ കാണുന്നത്, എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടി അല്ലെങ്കിൽ ഒരു പൂവ് കണ്ടാൽ അതിൻ്റെ ഒരു കൊമ്പൊടിച്ച് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കവറിലോ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ കുത്തിവെക്കുന്നത് കാണാറുണ്ട്. ചിലരാണെങ്കിൽ മാസങ്ങളോളം ഇത് ബാഗിനകത്തിരിക്കും, അവിടെ ഇരുന്ന് കരിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. പറഞ്ഞു വന്നത് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന ഒരു കലയെപ്പറ്റിയാണ്. ലാൻഡ്സ്കേപ്പിംഗ് ഒരു കല തന്നെയാണ്. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത, എന്നാൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു വരുന്ന ഒരു മേഖലയാണ് ലാൻഡ്സ്കേപ്പിംഗ് അഥവാ ഗാർഡനിങ്. എന്താണ് ലാൻഡ്സ്കേപ്പിംഗ്? വെറുതെ കുറേ ചെടികൾ കൊണ്ടുവന്ന് അവിടെയും ഇവിടെയും പ്ലാന്റ് ചെയ്യുന്നതല്ല ലാൻഡ്സ്കേപ്പിംഗ്. അത് കൃത്യമായിട്ട് നമ്മുടെ വീടിനെ മനസ്സിലാക്കി, നമ്മുടെ വീടിൻ്റെ സ്റ്റൈല് മനസ്സിലാക്കി, സൂര്യപ്രകാശം ഇതെല്ലാം നോക്കിയിട്ട് കൃത്യമായി പ്ലാന്റ് ചെയ്യുന്നതാണ് ലാൻഡ്സ്കേപ്പിംഗ്. അതെ, ലാൻഡ്സ്കേപ്പിംഗ് ഒരു കല കൂടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ പണ്ടൊരു 10-15 വർഷം മുമ്പ് വരെ ഒരു വലിയ വീടിനെ പറ്റിയായിരുന്നു സ്വപ്നം കാണുന്നത്. മലയാളികൾ യാത്രകൾ കണ്ടിന്യൂ ചെയ്തു, ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പോയി വന്നു. പിന്നെ മലയാളികളുടെ വീട്ടിലേക്ക് മാറ്റങ്ങളായി. എവിടെ മാറ്റങ്ങൾ വന്നു? ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം മിക്ക മലയാളികളുടെയും വീടിൻ്റെ ബാത്റൂം നമ്മൾ ബെഡ്റൂമിനേക്കാളും മനോഹരമാകും. ഓരോ ബാത്റൂം കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള ബാത്റൂമുകളായി. അവിടെ നമ്മൾ ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്ത് തുടങ്ങി. ടൈലിനും വാഷ് ബേസിനും ടോയ്ലറ്റ് സീറ്റ്സിനും ഒക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. ഇപ്പം കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സാധ്യതകളെ പറ്റിയും മറ്റും എൻ്റെ കഴിഞ്ഞ 10-25 വർഷത്തെ അനുഭവങ്ങളിലൂടെ ഇതിഷ്ടപ്പെടുന്നവർക്കും ലാൻഡ്സ്കേപ്പിംഗ് ഒരു തൊഴിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ ആകാനായിട്ടാണ് വരുന്ന വീഡിയോകളിൽ എൻ്റെ ശ്രമം. ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു.